ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹെവൻലി മന്ന മുംബൈ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാരണം മരണത്തിൽ നിന്നും വീണ്ടെടുത്തുകൊണ്ട് തന്ന ആ നല്ല ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഇന്ന് ദൈവം ആത്മാവിൽ പ്രേരിപ്പിച്ചത് കാരണം ആണ് ഈ ഒരു ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഇടുന്നത്. അതേപോലെ തന്നെ ഈ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ടും എന്നെ പോലെ ജീവിതത്തിൽ പല ദുരനുഭവങ്ങൾ അനുഭവിക്കുന്നവരുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്ന ആ വലിയ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നതിന് വേണ്ടിയും ലോകത്തിന് വെളിച്ചമാകുന്നതിന് വേണ്ടിയും ആണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. പലരും നെഗറ്റീവ് കമൻ്റ് ഇടാം, പലരും പോസിറ്റീവ് കമൻ്റ് ഇടാം. അതൊന്നും അല്ല എൻ്റെ വിഷയം. സുവിശേഷം ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്കും പോസിറ്റീവ് കമൻ്റ് ഇടുന്നവർക്കും ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഹെവൻലി മന്ന മുംബൈ എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായി ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ആദ്യമായി ദൈവത്തിന് നന്ദി, എൻ്റെ കുടുംബത്തിന് നന്ദി, അതേപോലെ തന്നെ എന്നെ സ്നേഹിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എനിക്ക് നന്മ ചെയ്തവർക്കും എനിക്ക് നന്ദി വാക്കുകൾ ചൊല്ലിയവർക്കും ആശ്വാസം തന്നവർക്കും എല്ലാം ഞാൻ നന്ദി ചൊല്ലുന്നു. സാമ്പത്തികമല്ല വിഷയം, ഒരു വാക്കാണ്, ഒരു നന്ദി വാക്ക്. അതാണ് ഏറ്റവും വലിയ ഒരു കൃപ എന്ന് പറയുന്നത്. എൻ്റെ പേര് ഗീത് കുമാർ പിള്ള എന്നാണ്. GK പിള്ള എന്നാണ്, കുമാർ പിള്ള എന്നും അറിയപ്പെടും. അപ്പോൾ ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് എൻ്റെ കർത്താവായ യേശു മുഖാന്തരമാണ്. ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ മുന്നോട്ടുള്ള ഓരോ ചാനലിലും അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിലും ഞാനത് വെളിപ്പെടുത്തുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് എന്നെ സന്തോഷിപ്പിച്ച ഒരു വചനം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് സഭാപ്രസംഗി 3-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്ന് കൂട്ടുവാനും അതിൽ നിന്ന് ഒന്ന് കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. അപ്പം ഈ ഒരു വാക്യം
ആദ്യമായിട്ട് ഈ ഹെവൻലി മന്ന മുംബൈ എന്ന ചാനൽ ഞാൻ പറയുന്നു. കാരണം ഒന്നും കൂടെ പറയാം, ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്ന് കൂട്ടുവാനും അതിൽ നിന്ന് ഒന്ന് കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ഒരു വാക്യത്തിലൂടെ പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന്, ദൈവത്തിൻ്റെ ലോകത്തിലുള്ള പ്രവൃത്തികളുടെ അടിസ്ഥാന ഉദ്ദേശം മനുഷ്യരിൽ ദൈവഭക്തി ഉളവാക്കുക എന്നതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നത് ഏറ്റവും മുഖ്യമായ ഒരു ലക്ഷ്യമാണ്. ഇന്ന് ഈ വേദപുസ്തകം എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ന് പലരും മനുഷ്യരെ പ്രസാദിപ്പിക്കാനാണ് നടക്കുന്നത്. പക്ഷെ മനുഷ്യരെ അല്ല പ്രസാദിപ്പിക്കേണ്ടത്, നമ്മുടെ ദൈവത്തെയാണ്. നമ്മുടെ ദൈവത്തെയാണ് പ്രസാദിപ്പിക്കേണ്ടത്. ബൈബിളിൽ പല വചനങ്ങളുണ്ട്, ഇഷ്ടംപോലെ വചനങ്ങളുണ്ട്. ഈ ബൈബിള് പൂർണ്ണമായിട്ടും ആരും പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഓരോ വാക്യങ്ങൾ 1000 തലമുറകൾ കടന്നാലും മനസ്സിലാക്കാൻ പലർക്കും പറ്റില്ല. പക്ഷേങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യം, ഇന്ന് സഭാപ്രസംഗയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്നെപ്പറ്റിയും നിങ്ങളെപ്പറ്റിയും. ഇപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ ദൈവം പ്രബോധിപ്പിച്ചത് കാരണമാണ് ഞാൻ ഈ ഒരു ചാനലിലേക്ക് കടന്നു വരാനോ അല്ലെങ്കിൽ എൻ്റെ ഫേസ് കൊടുക്കുവാനോ ഇടയാക്കിയത്. നിന്ദിതരും പീഡിതരും ആയിട്ടുള്ള അനേക വ്യക്തിജീവിതങ്ങളുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം ചെയ്യുന്ന ഒരു കൃപയുണ്ട്. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമായ ദൈവത്തിൻ്റെ സാന്നിധ്യം അത് വെളിപ്പെടുവാനുള്ള സമയം ആയി. എനിക്കും നിങ്ങൾക്കും. നമ്മൾ ഈ ലോകത്തിൻ്റെ മധ്യത്തിലെല്ലാം ഓടുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അപ്പം ദൈവസന്നിധിയിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, കർത്താവായ യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ, അദ്ദേഹം ചെയ്ത ഉപകാരങ്ങളെ, അദ്ദേഹം ചെയ്ത നന്മകളെ ഒരിക്കലും മറക്കുവാൻ പാടില്ല. ശത്രുവായാലും മിത്രമായാലും ഒരിക്കലും മറക്കാൻ പാടില്ല. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി കാലം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ട്. ഇത് ഞാനല്ല പറയുന്നത്, എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. ഞാനൊരു വെറും മണ്ണാണ്. ഞാൻ മരിച്ചാൽ ഞാൻ എവിടെ പോവും എന്ന് എനിക്കറിയത്തില്ല. ആരെന്നെ കുഴിച്ചിടും എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനാൽ ഞാൻ പറയുന്നു,
എന്നെ കേൾക്കുന്ന പ്രിയ മിത്രങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, സഹോദരികളെ, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. ഇന്ന് 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 നിങ്ങളുടെ ഭാരങ്ങളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാൻ മരണത്തിൽ നിന്നും ജയിച്ചു വന്നവനാണ്. ഞാൻ ഇനിയിപ്പം മുന്നോട്ടുള്ള എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ, എൻ്റെ എല്ലാ കാര്യങ്ങളും, ഡീറ്റെയിൽസുകളും ഞാൻ നിങ്ങളുടെ പറയാം. ഡോക്ടർമാർ പോലും എന്നെ എഴുതി തള്ളിയതാണ്. പക്ഷെങ്കിൽ തമ്പുരാൻ എന്നെ എഴുതി തള്ളിയിരിക്കില്ല. പലരും എന്നെ എഴുതി തള്ളി. കുടുംബക്കാർ, വീട്ടുകാർ, എല്ലാവരും, നാട്ടുകാർ, സഭക്കാർ, എല്ലാവരും എന്നെ എഴുതി തള്ളിയാണ്. പക്ഷെങ്കിൽ ഇന്ന് എന്നെ ഈ രീതിയിൽ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ കാണുന്ന ഈ രൂപത്തിൽ എന്നെ ആക്കിയെടുത്തത് എൻ്റെ യേശുവാണ്. എൻ്റെ യേശുവാണ്. വിശ്വസിക്കുന്നവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞാൻ ഇന്നൊരു സുഹൃത്തിനെ കണ്ടു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം ഒരു വിശ്വാസിയാണോ എന്നൊന്നും. അദ്ദേഹം വലിയൊരു ബിസിനസ്മാനാണ്. പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എൻ്റെ കണ്ണ് നിറയിച്ചു. അതേപോലെ സാമ്പത്തികം ഉള്ളത് കൊണ്ടോ, വലിയ വീടുള്ളത് കൊണ്ടോ, വലിയ ബാങ്ക് ബാലൻസ് ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല ദൈവം പറയുന്നത്. ദൈവം ചെയ്യുന്നതെല്ലാം ശാശ്വതമാണ്. മാനുഷികമായിട്ടുള്ള രീതിയിൽ നമ്മൾ പലതും ചിന്തിക്കാം. ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ പറയുന്നു, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം പറയുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി ആരാന്ന് ചോദിച്ചാൽ അത് ഞാനാണെന്ന് ഞാൻ തുറന്ന് സമ്മതിക്കാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനാണ് എന്ന് ഞാൻ തുറന്നു പറയാൻ സന്നദ്ധനായ ഒരു വ്യക്തിയാണ്. പക്ഷേ ആണിപ്പഴുതുള്ള കരങ്ങൾ കൊണ്ട് എന്നെ കരം പിടിച്ച ഒരു ദൈവം, മരണത്തിൽ നിന്നും എന്നെ വീണ്ടെടുത്ത ദൈവം, എന്നെ അദ്ദേഹത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി എൻ്റെ ജീവനെ നിലനിർത്തിയിരിക്കുന്നു. എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ല, തമ്പുരാന് വേണ്ടി മാത്രം എന്നെ എടുത്തിരിക്കുന്നു. ഇതൊരിക്കലും ഒരു വ്യാപാര സ്ഥാപനമല്ല, ഒരു ബിസിനസ് അല്ല, സാമ്പത്തികം ഉണ്ടാക്കാനുള്ളൊരു മാർഗമല്ല ഇത്. എന്നെ ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഒരാമുഖം ഞാൻ തന്നു. നീ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഓരോ ദിവസവും രാവിലെ നിങ്ങൾ എൻ്റെ വാക്കിനെയല്ല, ദൈവം തരുന്ന ആ വചനത്തെ നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കണം എന്ന് ഞാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും, നിങ്ങളുടെ കുടുംബത്തിനും, നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾക്കും, നിങ്ങളുടെ ബിസിനസ്സിനും, അതേപോലെ തന്നെ നിങ്ങളുടെ ജോലിയിലും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും, മാതാപിതാക്കൾക്കും, സഹോദരങ്ങൾക്കും എല്ലാവർക്കും അനുഗ്രഹം നേർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. ആമേൻ.